ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് തിരുപ്പതിയിലോട്ടാണ്. തിരുപ്പതിയിലോട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ മസ്റ്റായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് പോകാൻ ശ്രമിക്കുക. തിരുപ്പതിയിലൊക്കെ ഫസ്റ്റ് ടൈം പോകുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ഈ വീഡിയോ കാണുക. അതായത് എങ്ങനെ പോകണം എന്നറിയാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് പോകാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ മാക്സിമം പറയാൻ ശ്രമിക്കുന്നത് തിരുപ്പതിയിൽ എങ്ങനെ പോയി ദർശനം കണ്ട് നമുക്ക് തിരിച്ചിറങ്ങാം എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. വെളുപ്പിനെ 6 മണിയായപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേഷനിലെത്തിയപ്പോൾ ഇന്റർസിറ്റി അതിലുമ്പഴി പാസ് ചെയ്യുന്നത് കണ്ട് അങ്ങനെ അതിന്റെ ഒരു വീഡിയോ എടുത്ത് അങ്ങനെ നമ്മുടെ തിരുപ്പതിയിലോട്ടുള്ള യാത്ര ആരംഭിക്കുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് റെയിനകുണ്ട ജംഗ്ഷനിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമുക്ക് ഡയറക്റ്റ് തിരുപ്പതിക്ക് ട്രെയിൻ കിട്ടാഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ റെയിനകുണ്ട ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ ബസ്സിന് പോകാമെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു യാത്ര 3 ദിവസത്തേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മിനിമം 3 ദിവസമെങ്കിലും വേണം നമുക്ക് തിരുപ്പതിയിൽ ദർശനം കണ്ട് അതുപോലെ മടങ്ങി എത്താനായിട്ട്. അപ്പം മിനിമം 3 ദിവസമെങ്കിലും നമുക്ക് ഈ ഒരു യാത്രയ്ക്ക് ആവശ്യമാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിന്ന് പോകുന്നത് ബിലാസ്പൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിനാണ് നമ്മളിന്ന് പോകുന്നത്. ഈ ട്രെയിൻ വീക്കിലി വെനസ്ഡേ മാത്രം സർവീസ് നടത്തുന്ന ട്രെയിനാണ്. രാവിലെ ഏകദേശം 8:16 കൂടിയായിട്ട് നമ്മുടെ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ എത്തിയായിരുന്നു. ഈ ട്രെയിനിന്റെ സർവീസ് വരുന്നത് തിരുനെൽവേലിയിൽ നിന്ന് ബിലാസ്പൂർ വരെയാണ്. ഈ ട്രെയിനിന് വളരെയധികം സ്റ്റോപ്പ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തിരുപ്പതിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ട്രെയിനാണ് ബിലാസ്പൂർ സൂപ്പർഫാസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പാലക്കാട് വഴിയൊക്കെ രാവിലെ ഒന്ന് ആസ്വദിച്ച് കണ്ടു പോകാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഈ ട്രെയിൻ ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഈ ട്രെയിൻ രാവിലെ ഫുള്ള് പാലക്കാട് അതുപോലത്തെ ഏരിയയിൽ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണാൻ വളരെയധികം സാധിക്കുന്ന ഒരു ട്രെയിനാണ് ഈ ട്രെയിൻ. അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരുപ്പതിയിൽ എത്തിച്ചേരാനും സാധിക്കും. സ്റ്റോപ്പുകളും വളരെ കുറവാണ് ഈ ട്രെയിനിന്. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുത്താൽ ഏതാണ്ട് 4-5 സ്റ്റോപ്പ് 5-6 സ്റ്റോപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് റെനിഗുണ്ട ജംഗ്ഷനിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് സ്ലീപ്പർ കോച്ച് ആയിരുന്നു. നമുക്ക് കിട്ടിയ കോച്ച് എന്ന് പറയുന്നത് S4 ആയിരുന്നു. അങ്ങനെ ഇതാണ് നമുക്ക് വരുന്നത് കോച്ച്. ഇവിടെ ഏകദേശം 5 മിനിറ്റോളം സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ട്രെയിനിൻ്റെ അകത്തോട്ട് കയറി. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ല കോച്ചായിരുന്നു. ടോയ്ലറ്റ്സ് ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയുള്ളതായിരുന്നു. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ നമ്മൾ കയറി നമ്മുടെ ലഗേജും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് വെച്ചു. നമുക്ക് കിട്ടിയിരുന്ന സീറ്റ് നമ്പർ എന്ന് പറയുന്നത് 16ഉം 15ഉം ആയിരുന്നു. ഞങ്ങൾ ഇത്തവണ ബുക്ക് ചെയ്തത് 2 സൈഡ് അപ്പറും സൈഡ് ലോവറും തന്നെയായിരുന്നു. കാരണം ഇച്ചിരി കംഫർട്ടബിൾ അതായതുകൊണ്ട് ഞങ്ങൾ അത് തന്നെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഇവക്കൂട്ടിനെ കയറിയപ്പോൾ തന്നെ കോച്ചെല്ലാം നല്ലപോലെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ആശാൻ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു അവിടെ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം പക്ക നീറ്റായിട്ടുള്ള ബർത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് പണ്ട് മുതലേ ഈ ഡോർ സൈഡിൽ നിന്ന് കാഴ്ച കാണാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ട്രെയിൻ എടുത്തപ്പോൾ തന്നെ ഞാൻ ഡോർ സൈഡിൽ വന്ന് നിന്ന് കാഴ്ചകൾ കാണാൻ തുടങ്ങി. ഏകദേശം ഒരു 8:21 കൂടിയായിട്ട് തന്നെ നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് എടുത്തു. ഇപ്പോഴൊക്കെ കറക്റ്റ് ടൈമിന് തന്നെ എടുത്തു. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ലേറ്റ് ആവുമോ എന്താവുമോ ഒന്നും അറിയത്തില്ല. എന്നാലും ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെയാണ് ട്രെയിൻ ഇപ്പോൾ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിൻ വീക്ക്ലി എക്സ്പ്രസ് ആയതുകൊണ്ടാണോ അറിയത്തില്ല, വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ജനറൽ കമ്പാർട്ട്മെൻറ്റിലായാൽ പോലും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഈ ട്രെയിനിൽ ഇല്ലായിരുന്നു. ഇന്നൊരു ദിവസം ഫുൾ ടൈം ട്രെയിനിലായതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ രാവിലത്തെ ആയാലും ഉച്ചക്കത്തെ ആയാലും വൈകുന്നേരത്തെ ആയാലും നമ്മളെല്ലാം തന്നെ വീട്ടിൽ നിന്ന് കരുതിയായിരുന്നു നമ്മൾ ട്രെയിനിൽ കയറിയത്. പിന്നെ അത്യാവശ്യമുള്ള വെള്ളവും കാര്യങ്ങളും ഒക്കെ നമ്മൾ പുറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒന്ന് മേടിച്ച് ആണ് നമ്മളകത്ത് കയറിയത്. ട്രെയിനിൽ ഫുഡൊന്നും കൊള്ളിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാം വീട്ടിൽ നിന്നേ എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നത്. ട്രെയിനിൽ നിന്ന് മാക്സിമം ഒന്നും മേടിക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ. കാരണം എന്ന് വെച്ചാൽ നേരത്തെയൊക്കെ ട്രിപ്പ് പോയ സമയത്ത് നമുക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത്തവണയും ഒന്നും മേടിക്കണ്ട എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് യാത്രയായി. അടുത്തുകൂടെ ഒരു ട്രെയിൻ പോണത് ശ്രദ്ധിച്ചപ്പോഴാണ് മംഗള ലക്ഷദ്വീപ് പതുക്കെ സ്റ്റേഷനിലോട്ട് വരുന്നത്. ഇത് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് എറണാകുളം ജംഗ്ഷനിലോട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് സ്റ്റോപ്പായ എറണാകുളം ജംഗ്ഷനിലോട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. അങ്ങനെ കുറച്ച് നേരം ഞാൻ പുറത്തെ കാഴ്ച ആസ്വദിച്ചിരുന്നിട്ട് ഞാൻ നേരെ തിരിച്ച് ബർത്തിൻ്റെ അങ്ങോട്ട് തന്നെ വന്നിരുന്നു.
ഇവക്കുട്ടനാണ് പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് ബിസ്ക്കറ്റും കഴിച്ച് മഞ്ചാടിയൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുവാണ്. സീറ്റിലിരുന്ന് മടുത്തപ്പോൾ ഞാൻ വീണ്ടും ഡോറിൻ്റെ അവിടെ വന്നിരുന്ന കാഴ്ചകൾ വീണ്ടും കാണാൻ തുടങ്ങി. യുവക്കുട്ടൻ എന്താണെന്ന് അറിയത്തില്ല, വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേറ്റതായതുകൊണ്ടായിരിക്കണം ആൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ആളവിടെ നിന്ന് ആ ബിസ്ക്കറ്റ് മുഴുവൻ അവിടെ നിന്ന് കഴിച്ചു തീർത്ത്, പിന്നെ കുറേ വെള്ളവും കുടിച്ച്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ആലുവ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. ആലുവ സ്റ്റേഷനിൽ എത്തിയപ്പോഴേ ക്ലൈമറ്റ് നല്ല മോശമായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നി നല്ല മഴ പെയ്യുമെന്ന്. അപ്പോൾ തന്നെ നല്ല അടിപൊളിയൊരു മഴ അങ്ങോട്ട് പെയ്തു. മഴ പെയ്തുകൊണ്ട് വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്യേണ്ടി വന്നു. പിന്നെ എല്ലാം അകത്തെ കാഴ്ചകൾ മാത്രമേ കാണാനുള്ളൂ. അങ്ങനെ ടിക്കറ്റ് ചെയ്യാൻ TTR എത്തി. അങ്ങനെ നമ്മുടെ ട്രെയിൻ തൃശ്ശൂർ കഴിഞ്ഞ് പാലക്കാട് എത്തിയപ്പോഴത്തേക്ക് നല്ല നല്ല അടിപൊളി കാഴ്ചകൾ കാണാനായിട്ട് തുടങ്ങി. നല്ല നല്ല മലകളും നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. രാവിലെ ആയതുകൊണ്ടാണ് ഇതൊക്കെ കാണാൻ സാധിച്ചത്. രാത്രി തന്നെ ഒന്നും പറ്റത്തില്ലായിരുന്നു, ഇതൊക്കെ മിസ് ചെയ്തേനെ. അങ്ങനെ പാലക്കാട് എത്തിയപ്പോൾ ഞാൻ ഓർത്തതാണ് ഇവിടെ എത്തുമ്പോൾ എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന്. കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ നിൽക്കുന്ന ഒരു മയിൽ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പാലക്കാട് എത്തുമ്പോൾ കാണണമെന്ന് ഞാൻ ട്രെയിൻ കയറുമ്പോൾ പോലെ ആഗ്രഹിക്കുന്നൊരു സ്ഥലമായിരുന്നു ഇത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു. ഞാനിത് ഫോണിൽ കൂടെയൊക്കെ കാണുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് കാണാനായിട്ട്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഇപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. വലിയ മലയുടെ ഒരു താഴ്വാരത്തൂടെ ട്രെയിൻ ഇങ്ങനെ പോകുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആ പാടത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. ഏകദേശം ഒരു 2 മണിയായപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ ഏറോഡ് ജംഗ്ഷനിലെത്തി. ഏകദേശം ഒരു 3 മണിയോട് കൂടിയായിട്ട് തന്നെ നമ്മൾ ഏറോഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറോഡ് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയപ്പോൾ നമ്മൾ മലയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ലൊരു വ്യൂ ആയിട്ട് വന്ദേ ഭാരത്. ഞാനൊരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ഒരു ട്രാക്ക് അപ്പുറത്തുണ്ടെന്ന്. അതുപോലെ ഒരു രീതിക്ക് വന്ദേ ഭാരത് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് പോകുന്നു. നല്ല രസമായിരുന്നു അത് കാണാൻ. എനിക്കത് ഈ ക്യാമറയിൽ എന്തോരം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, എന്നാലും അത് നേരിട്ട് കാണുമ്പോൾ നല്ല രസമായിരുന്നു. അത് കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ ഇവക്കൂട്ടന് നല്ല ചൂടൊക്കെ അടിക്കാൻ തുടങ്ങി. അങ്ങനെ ആൾ ഉടുപ്പെല്ലാം ഓരിക്കളഞ്ഞ് എന്നിട്ട് ജനൽ സൈഡിൽ നിന്ന് കാറ്റുകൊള്ളുവാണ്. അങ്ങനെ ഗൈസ് ഫൈനലി ഒരു 9 മണിയോട് കൂടിയായിട്ട്, ഏകദേശം ഒരു 9:10 കൂടിയായിട്ട് നമ്മുടെ ട്രെയിൻ അങ്ങനെ റെയിൻകുണ്ട ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി നേരെ ബസ് പിടിക്കാമെന്നുള്ള രീതിക്കായിരുന്നു നമ്മൾ.
സത്യം പറഞ്ഞാൽ ഈ ഷെയർ ടാക്സി ഒക്കെ എടുത്ത് പോണതിനെക്കാട്ടി ഏറ്റവും നല്ല ബഡ്ജറ്റായിട്ട് പോകാൻ പറ്റുന്ന ഒന്നാണ് ഈ ബസ്. ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ തന്നെ ബസ്സാണ് നമുക്ക് ഇവിടുന്ന് തിരുപ്പതിയിലോട്ട്, അതായത് തിരുമലയിലോട്ട് നമുക്ക് പോകാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്തേക്കുന്നത്. ഇവിടുന്ന് തിരുമലയിലോട്ട് ഏകദേശം ഒരാൾക്ക് 105 രൂപയാണ് ഞങ്ങൾക്ക് ആയത്. അങ്ങനെ ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു, 210 രൂപ. അങ്ങനെ നമ്മുടെ ലഗേജും കാര്യങ്ങളും ഒക്കെ എടുത്ത് നമ്മൾ ബസ്സിൻ്റെ അകത്ത് വെച്ചു. ബസ് ഓൾറെഡി ഫുള്ളായിരുന്നു ഗൈസ്. പിന്നെ നമുക്കൊരു സീറ്റ് കിട്ടി, അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊരു സീറ്റ് കിട്ടി. അങ്ങനെ ബസ് എടുത്തു. രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ പറ്റിയില്ല. തിരുമല വരെ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അതിനുശേഷമാണ് ഒരു ലൈറ്റ് പോലും കാണാൻ പറ്റിയത്. തിരുമല എത്തിയപ്പോൾ തന്നെ ഇവക്കൂട്ടം നല്ല ഉറക്കമായി പോയി. തിരുമലയിൽ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അക്കോമഡേഷൻ്റെ കാര്യം. ഞങ്ങൾ ഓർത്തിരുന്നത് ഇവിടെ എത്തിയാലും നമുക്ക് ക്യാഷ് കൊടുത്താണെങ്കിലും നമുക്ക് റൂം എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിച്ചിരുന്നത്. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ റൂം കിട്ടത്തില്ല. നമ്മൾ തിരുമല ദേവസ്വം ബോർഡിൻ്റെ സൈറ്റിൽ കയറി നമ്മൾ മുൻകൂറായി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ അക്കോമഡേഷൻ കിട്ടത്തുള്ളൂ. അതിനെക്കാട്ടി നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ തിരുപ്പതിയിലെത്തുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഒരു റൂം എടുത്ത് നമ്മുടെ ലഗേജും കാര്യങ്ങളും ഫോൺ ഉൾപ്പെടെ അവിടെ വെച്ചിട്ട് ദർശനത്തിനായി നമ്മൾ തിരുമലയിലോട്ട് വണ്ടി കയറുന്നതാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾക്കിത് ആക്ച്വലി അറിയത്തില്ലായിരുന്നു. അതാണ് ഞങ്ങളിങ്ങനെ പെട്ടുപോയത്. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയായിരുന്നു. ഞങ്ങൾ അവരുടെ കൂടെ ഷെയർ ചെയ്താണ് ഞങ്ങൾ പിന്നെ റൂം നിന്നത്. ഇല്ലെങ്കിൽ റൂമിൻ്റെ കാര്യത്തിന് നമ്മൾ അവിടെ ചെന്നാൽ പെട്ടുപോകും. അത്യാവശ്യം കയ്യിൽ നമ്മൾ കുറച്ച് ക്യാഷ് കരുതാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് ഫോണൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ തിരുമലയിലോട്ട്. പക്ഷേ എന്നാൽ പോലും നമ്മൾ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കറങ്ങേണ്ടി വരും. അതിനെക്കാട്ടി ഏറ്റവും നല്ലത് നമ്മൾ റൂമിൽ തന്നെ ഫോണൊക്കെ വെച്ചിട്ടാണ് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ദർശനത്തിന് കയറുമ്പോൾ എന്തായാലും ഫോൺ അകത്തോട്ട് അലൗഡ് അല്ല. പിന്നെ ഫുഡിൻ്റെ കാര്യം ഒന്നും ആലോചിച്ച് നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ ഇഷ്ടം പോലെ കടകളുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് എന്ത് വേണമെങ്കിലും മേടിച്ച് കഴിക്കാം. നമ്മുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ട് കുറച്ച് കരുതുക, മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ അവിടെ കയറി കഴിഞ്ഞാൽ കഴിച്ച് നമ്മൾ പിന്നെ ഒന്നും അറിയത്തില്ല. നമ്മൾ ദർശനം കഴിയുന്നവരെ നമ്മളൊരു വേറൊരു ലോകത്താണ്. അതുപോലത്തെ ഒരു സെറ്റപ്പാണ് അവിടെ. നല്ല രസമാണ്. നമുക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് ഫ്രീ കിട്ടണമുണ്ട്. ഫ്രീ ദർശനത്തിന് കയറുന്നവർക്ക് ഫ്രീ ഫുഡും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഫുഡിൻ്റെ കാര്യം ആലോചിച്ചും വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് ഞങ്ങൾ താമസിച്ച സ്ഥലത്തിനോട് ചേർന്നുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതാണ് ഞാൻ വീഡിയോ എടുത്തത്. ഈ വഴി പോകുമ്പോഴാണ് ഞങ്ങൾ താമസിച്ച സ്ഥലം. ഓൺലൈനായിട്ട് റൂം ബുക്ക് ചെയ്യണവർക്കും കിട്ടുന്നത് ഈ സ്ഥലത്ത് തന്നെയാണ്. ഇതായിരുന്നു നമുക്ക് കിട്ടിയിരുന്ന റൂം. അത്യാവശ്യം നല്ല നീറ്റായിരുന്നു കേട്ടോ. തിരുമല ദേവസ്വം ബോർഡിൻ്റെ തന്നെ റൂമായതുകൊണ്ട് നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു റൂമെല്ലാം. ഞങ്ങളങ്ങനെ ദർശനത്തിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ റൂമിന് ചേർന്നോട് കൂടിയായിട്ട് തന്നെ ഒരു ബസ് സ്റ്റാൻഡ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോഴൊക്കെ അവിടെ ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു. അപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി ഞാനും അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ കുറേ കുരങ്ങന്മാരായിരുന്നത്. കുറേ കുരങ്ങന്മാർക്ക് ആൾക്കാർ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണ ഒരു കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു. ഇതായിരുന്നു ആ കാഴ്ച. ഞങ്ങൾ ദർശനത്തിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ട് ചെന്നതാണ്. ഞങ്ങൾ റൂമിൽ ഫോണും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് പോയത് കൊണ്ട് നമുക്ക് വീഡിയോകളും കാര്യങ്ങളും ഒന്നും ദർശനത്തിൻ്റെ എടുക്കാനായിട്ട് സാധിച്ചില്ല. ഫോണും എല്ലാം തന്നെ നമ്മൾ റൂമിൽ വെച്ച് ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ദർശനത്തിന് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ലഗേജും ഫോണും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ റൂമിൽ വെച്ച് ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ദർശനം കാണാനായിട്ട് അങ്ങോട്ട് നടന്നു. നമ്മൾ ഇത്തവണ ചൂസ് ചെയ്തിരുന്നത് ഫ്രീ ദർശനമായിരുന്നു. അതെങ്ങനെയുണ്ട് എന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീ ദർശനം തന്നെ എടുത്തത്. കാരണം ഫ്രീ ദർശനം നമുക്ക് എല്ലാവരും പറഞ്ഞു കേട്ട് അടിപൊളിയാണ്. നമുക്ക് വെറുതെ അവിടെ ചെന്ന് എല്ലാവരും ഒരേപോലെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തവണ ഒന്ന് ഫ്രീ ദർശനം എടുത്ത് നോക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ ഫ്രീ ദർശനം എടുത്തത്. നമുക്കവിടെ 2 ദർശനമാണുള്ളത്. ഒന്ന് 300 രൂപയുടെ ടോക്കൺ എടുത്തിട്ടുള്ള ഒരു ദർശനവും പിന്നെ ഫ്രീ ദർശനവും. പിന്നെ അതുപോലെ തന്നെ 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അച്ഛനും അമ്മക്കും പെട്ടെന്ന് തന്നെ ദർശനം കാണാനായിട്ടുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. ഫ്രീ ദർശനമാണെന്നും പറഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഭയങ്കരമായിട്ട് ക്യൂ നിൽക്കണം നമ്മൾ. ഞങ്ങൾ ഏകദേശം ഒരു 10-16 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് നമുക്ക് അവസാനം ദർശനം ഒന്ന് കാണാൻ സാധിച്ചത്. ഞങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ഏകദേശം ഒരു 10 മണിയോടുകൂടി ദർശനത്തിന് കയറിയിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് നമുക്ക് ദർശനം കിട്ടിയത്. നമ്മൾ ഈ ഫ്രീ ദർശനത്തിന് കയറുന്നതെന്ന് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട. ഈ 18 മണിക്കൂർ ക്യൂ നിൽക്കുമ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളും അത് ഓർത്തൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്ത് ഫുഡും വെള്ളവും കാര്യങ്ങളും എല്ലാം നമ്മൾ നിൽക്കുന്ന ക്യൂവിൽ തന്നെ നമുക്ക് കൊണ്ടുതരും. അതുപോലെ വുമൻസിനാണേലും നമുക്ക് വാഷ്റൂമും എല്ലാം ഉണ്ട് അവിടെ. അടുപ്പിച്ചടുപ്പിച്ച് അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ നമുക്കൊരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും മണിക്കൂർ ക്യൂ നിൽക്കണം. നമ്മൾ അതിൽ ഇച്ചിരി മുഷിപ്പാവും നമുക്ക്. അതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങൾ ക്യൂ നിന്നത്. പക്ഷെ എന്നാലും നമുക്കിങ്ങനെ കാഴ്ച കണ്ട് ഇങ്ങനെ അകത്തോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ആദ്യമൊന്നും ക്യൂ നിന്നത് കുഴപ്പമില്ലായിരുന്നു. നല്ല തണുത്ത കാറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ ചൂടൊന്നും എടുക്കത്തില്ല. പിന്നെ അകത്തോട്ട് ചെല്ലും തോറും നമുക്ക് ക്രൗഡ് ഇങ്ങനെ കൂടി വരും. അത്
നമുക്ക് നിൽക്കാൻ പോലും പറ്റിയാത്തൊരു രീതിയിലാവും ഈ ഫ്രീ ദർശനത്തിന്റെ ക്യൂ വരുന്നത്. അതായത് ഈ ദർശനത്തിന് അടുക്കാറാവുമ്പോൾ. പിന്നെ പോകുന്ന വഴിക്ക് ഈ തിരുമല ദേവസ്വം ബോർഡ് തന്നെ ഒരുക്കിയേക്കുന്ന റെസ്റ്റ് റൂംസ് ഒക്കെ ഉണ്ട്. നമ്മളെ അതിൽ കയറ്റി കുറെ നേരം റെസ്റ്റ് എടുപ്പിച്ചിട്ടൊക്കെ നമ്മളെ പിന്നെയും ക്യൂ നിർത്തി വിടത്തുള്ളൂ. അത് നല്ലൊരു ഫെസിലിറ്റി. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയാണ് അതിൽ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എന്താണ് കൊച്ചു പിള്ളേർക്കാണെങ്കിലും മിൽക്കും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് തരുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വലിയവർക്കായാലും ഫുഡും കാര്യങ്ങളും എല്ലാം അവിടെ ഇരുത്തി നമുക്ക് തന്നിട്ടാണ് നമ്മൾ വീണ്ടും ക്യൂവിൽ നിന്ന് പോകുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പോകാൻ നേരത്ത് നമ്മുടെ ആധാർ കാർഡ് മസ്റ്റായിട്ട് നമ്മുടെ കയ്യിലെടുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടെ ചെന്നകത്ത് ചെന്ന് ഈ ആധാർ കാർഡ് കാണിക്കുമ്പോഴാണ് നമുക്ക് അവിടുന്ന് ടോക്കൺ തരുന്നത്. ഒരു കാര്യം കൂടെ, ഈ ടോക്കണിൻ്റെ അകത്ത് നമുക്ക് 2 ലഡു ഫ്രീ കിട്ടും. അതായത് ഒരു ടോക്കണിന് ഒരു ലഡു വീതം. ഞങ്ങൾക്ക് 2 ടോക്കൺ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് 2 ലഡു കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ലഡുക്ക്. അങ്ങനെ ഞങ്ങൾ ദർശനം എല്ലാം കണ്ടിറങ്ങിയതിന് ശേഷം ഞങ്ങൾ ലഡുവിന്റെ കൗണ്ടറിൽ ചെന്ന് നിന്ന് ഞങ്ങളുടെ ടോക്കണിലുള്ള ലഡു 2 മേടിച്ച്. ഈ ദർശനത്തിന് കയറുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ്. കാരണം നമുക്ക് ഇച്ചിരി നടന്ന് ചെന്ന് ഇങ്ങനെ കാണാനുള്ളൊരു ചാൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല രസമാണ് അത് കാണാനായിട്ട്. ഞങ്ങളത് കണ്ട് പുറത്തിറങ്ങിയപ്പോൾ വരെ ഞങ്ങൾ ആ ഒരു എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല. നമുക്കൊരു 5 സെക്കൻഡേ കിട്ടത്തുള്ളൂ, എന്നാൽ പോലും നല്ല രസമായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഇതൊക്കെയാണ് ദർശനത്തിന് കയറുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ആധാറും കാര്യങ്ങളും മസ്റ്റായിട്ട് കൊണ്ടുപോകണം. അങ്ങനെ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലോട്ട് നടന്നു. ദർശനം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ച് തിരുമലയിൽ നിന്ന് തിരുപ്പതിയിലോട്ട് വരാനുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ദർശനം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നേരെ തിരുമലയിൽ നിന്ന് തിരുപ്പതിയിലോട്ട് ബസ് കയറി. അങ്ങനെ തിരുപ്പതിയിൽ നമ്മൾ എത്തിയപ്പോൾ ഏകദേശം ഒരു രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓർത്തൊന്ന് തിരുപ്പതി എക്സ്പ്ലോർ ചെയ്തേക്കാന്ന്. കാരണം നമുക്കന്ന് രാത്രി തന്നെയായിരുന്നു ട്രെയിൻ. അതുകൊണ്ട് നമ്മൾ ഓർത്തൊന്ന് തിരുപ്പതിയും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് രാത്രിയിലത്തെ ട്രെയിന് തന്നെ തിരിച്ച് നാട്ടിലോട്ട് മടങ്ങാമെന്നുള്ള ഒരു പ്ലാനിലായിരുന്നു നമ്മൾ. അങ്ങനെ തിരുപ്പതിയിൽ കണ്ട അതിമനോഹരമായ കാഴ്ചകളായിരുന്നു ഇതെല്ലാം. പിന്നെ ഈ തിരുപ്പതിയിൽ എത്തുമ്പോഴാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ നോൺ വെജ് ഫുഡ്സിനൊന്നും നമ്മുടെ അത്രയും ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കൂടുതൽ ഇവിടെ വന്ന വെജ് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എനിക്ക് ഇവിടുത്തെ മസാല ദോശ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല മസാല ദോശയും നല്ല സാമ്പാറും ഒക്കെ ആയിരുന്നു ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യണത് വെജ് ഐറ്റംസ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എനിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു ഈ ശ്രീ ഗോവിന്ദരാജ സ്വാമി ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇനി കാണുന്നതല്ല. ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുകളും കാര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നു. ഇതിനെ ചുറ്റിപ്പറ്റി കുറേ കടകളും ഉണ്ട്. അങ്ങനെ അമ്പലത്തിലെ കാഴ്ചകളും എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലോട്ട് തിരിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് രാത്രി 1 മണിക്കായിരുന്നു അവിടെ തിരിച്ച് ട്രെയിൻ. ഞങ്ങൾ തിരിച്ചു പോകുന്നത് ശബരി എക്സ്പ്രസ്സിനായിരുന്നു. അപ്പോൾ നമ്മൾ തിരുപ്പതി വന്നിട്ട് തിരുപ്പതി ടു എറണാകുളമായിരുന്നു നമ്മുടെ തിരിച്ചുള്ള ശബരി എക്സ്പ്രസ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. സ്ലീപ്പർ തന്നെയായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 12 മണിയായപ്പോൾ തന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ നേരെ സ്റ്റേഷനിലോട്ട് നടന്നു. ഞങ്ങൾ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ എളുപ്പത്തിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റൂം ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമും വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ തിരുപ്പതി സ്റ്റേഷനിലോട്ട് നടന്നു. തിരുപ്പതി സ്റ്റേഷനൊക്കെ പുതുക്കി പണിയുവാണെന്ന് തോന്നുന്നു. നല്ല വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ ആ സമയത്ത്. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ട്രെയിൻ യാത്രയാണ്. ഇതോടുകൂടി നമ്മുടെ തിരുപ്പതി ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനും ഓൾ എനേബിൾ ചെയ്യുക. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.